السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് അറിവിൻ നിലാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആത്മീയ ചൂഷണ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ച അന്ന് മുതൽക്ക് തന്നെ നമ്മൾ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഇത് ആത്മീയ ചൂഷണമാണ്, ജനങ്ങളെ ഇത് തട്ടിപ്പാണ്, ഇത് മതവിരുദ്ധമാണ്, അള്ളാഹുവിൻ്റെ ദീനിന് നിരക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിലുണ്ട് എന്ന് ഇതിൻ്റെ പിറകിൽ കൂടിയ ആളുകൾക്ക് വളരെ ഗുണകാംക്ഷയോടുകൂടെ വെറുതെ ഒരാരോപണം ഉന്നയിക്കുകയല്ല, തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് എതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിന് വിരുദ്ധമാണ് എന്ന് വളരെ കൃത്യമായ നിലക്ക് നമ്മൾ വിശദീകരിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അന്ന് നമ്മളിത് പറഞ്ഞപ്പോൾ സമസ്തക്കാരുടെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ സമസ്തക്കാർ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിനെ വിമർശിക്കുന്നവർ, അതല്ലെങ്കിൽ സലഫികൾ, അവർക്ക് സ്വലാത്തിനോട് വിരോധമാണ്. അതുപോലെ തന്നെ ഈ അറിവിൻ നിലാവുകാരൻ്റെ കുറേ ഫാൻസുകളുണ്ട്, കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ ഈ രൂപത്തിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇത് അനിസ്ലാമികമാണ്, മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോക്ക് താഴെ ഈ ഫാൻസ് ഒന്നിച്ചു വന്ന് കമൻ്റ് ഇടും. എന്തായിരുന്നു അവർ കമൻ്റ് ഇട്ടത്? ഞങ്ങളുടെ ഉസ്താദിനെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളിതിൻ്റെ പിറകിൽ തന്നെ ഉണ്ടാകും, ഞങ്ങൾ ചിന്തിക്കാൻ തയ്യാറല്ല, നിങ്ങൾക്ക് അസൂയയാണ് ഉസ്താദിനോട്, കൂടുതൽ ആളുകൾ കൂടുന്നതിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അസൂയ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിതിനെ വിമർശിക്കുന്നത്, നിങ്ങൾ സ്വലാത്ത് വിരോധികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർക്കുന്ന സലഫികളെ ഈ രൂപത്തിലാണ് സമസ്തക്കാർ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാ, സമസ്തക്കാർക്ക് തന്നെ നേരം വെളുത്തിരിക്കുകയാണ്. അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഈ ആത്മീയ തട്ടിപ്പിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സമസ്തക്കാർ. സമസ്തക്കാരിൽ നിന്ന് തന്നെ ഇതിന് പൂട്ട് വീണ ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ആ വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, കളവുകൾക്കും അസത്യങ്ങൾക്കുമൊന്നും അധികം ആയുസ്സുണ്ടാകാറില്ല. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്. ഒന്നുകിൽ ആ കളവോ അസത്യങ്ങളോ ഒക്കെ പ്രചരിപ്പിച്ച ആളുകൾ തന്നെ സ്വയം തിരുത്തും, അതല്ലെങ്കിൽ സമൂഹം അവരെ കൊണ്ട് തിരുത്തിക്കും. നിങ്ങൾ നോക്കൂ, സമസ്തയുടെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഇന്നേ വരെയുള്ള സമസ്തയുടെ ചരിത്രത്തിൽ ധാരാളം കാര്യങ്ങൾ അവർക്ക് തന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്, തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. ഇപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു സമസ്ത, പക്ഷേ അവർക്ക് പിന്നീട് അത് തിരുത്തേണ്ടി വന്നു. ഇംഗ്ലീഷ് പഠനം തിരുത്തേണ്ടി വന്നു, മലയാള പഠനം ആ വിഷയത്തിൽ നിലപാട് മാറ്റേണ്ടി വന്നു. മാത്രമല്ല മദ്രസ പ്രസ്ഥാനം, ഇതൊക്കെ സമസ്തയുടെ ചരിത്രത്തിൽ അവർ പിന്നീട് മാറ്റുകയും നിലപാട് മാറ്റുകയും ചെയ്ത അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ കഴിയും. ഇപ്പോൾ CM മടവൂരിൻ്റെ വിഷയത്തിൽ തന്നെ AP വിഭാഗം സമസ്തക്കിടയിൽ എന്തൊക്കെ ചർച്ചകളാണ് നടന്നത്. CM മടവൂരിനെ മുദബ്ബിറുൽ ആലം എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ ചർച്ചയുണ്ടായി. അവസാനം അതിൽ നിന്ന് സമസ്ത പിറകോട്ട് പോരേണ്ടി വന്നു. മുദബ്ബിറുൽ ആലം എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പാടില്ല എന്നിടത്തേക്ക് സമസ്തക്കാർക്ക് എത്തേണ്ടി വന്നു. അതുപോലെ തന്നെ സമസ്തക്കാരുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ CM മടവൂരിനെ വലിയ എന്ന് പോലും പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, മടവൂരിൻ്റെ മദ്ഹ് കൃതികളും അതേപോലെ തന്നെ കറാമത്ത് കഥകളുമൊക്കെ സമസ്തക്കാർക്ക് തന്നെ ദഹിക്കാതെ വരികയും അതൊക്കെ പലതും പിൻവലിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരെ സമസ്തക്കാർക്ക് എത്തേണ്ടി വന്നു. ഇതൊക്കെ ഇവരുടെ നിലപാടുകളിലുണ്ടായ മാറ്റങ്ങളിൽ ചില ഉദാഹരണമാണ്. അപ്പോൾ ഏറ്റവും അവസാനം, ഇപ്പം നമ്മൾ ഈ അറിവിൻ നിലാവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ ചർച്ച ചെയ്യുന്നത്. എന്തായിരുന്നു അവസ്ഥ? സ്ക്രീനിൻ്റെ മുമ്പിൽ സ്ത്രീകളും അതേപോലെ തന്നെ ധാരാളം ആളുകളും ഇരിക്കുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച്, എന്നിട്ട് ബറക്കത്ത് കച്ചവടം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ധാരാളം അനിസ്ലാമികമായ കാര്യങ്ങൾ. ഇത് ശരിയല്ല, ഇത് ഇസ്ലാമിക വിരുദ്ധമായ പല കാര്യങ്ങളും ഇതിലുണ്ട്, ജനങ്ങളെ ഇതിൻ്റെ പിറകിൽ പോകരുത്, ഇതല്ല ദീന് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ ആരും തയ്യാറായില്ല. ആ സമയത്തൊക്കെ ഈ അറിവിൻ നിലാവിനെ പ്രചരിപ്പിക്കാനും അതിൻ്റെ വലിയ പ്രചാരകരുമായി തീർന്നത് ആരാണ്? സമസ്തയിൽപ്പെട്ട തന്നെ ഭടാ മുസ്ലിയാക്കന്മാരാണ്.
ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇതിനെ പ്രചരിപ്പിക്കുകയും ഇതിനെ വിമർശിക്കുന്നവരെ നേരിടുകയും ഒക്കെ ചെയ്തിരുന്ന അവസ്ഥ കഴിഞ്ഞ ഈ 4 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ യൂട്യൂബ് പരിശോധിച്ചാൽ വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു വിമർശനവുമായി ആരെങ്കിലും വന്നാൽ അവരെ നേരിടാൻ വരെ വലിയ വലിയ മുസ്ലിയാക്കന്മാരായിരുന്നു വന്നിരുന്നത്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? സമസ്തക്കാർക്ക് നേരം വെളുത്തു തുടങ്ങി. നിലമ്പൂരിൽ നിന്ന് വന്ന ഒരു സർക്കുലറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്താണ്? ഈ അറിവിൻ നിലാവിന് പൂട്ട് വീണിരിക്കുകയാണ്. ഞാൻ ആ സർക്കുലർ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റിയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ഡേറ്റ് 27/5/2024. ഞാൻ വായിക്കാം. നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്തപ്പിരിയം യൂണിറ്റിലെ സഫുവാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അറിവിൻ നിലാവ് എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നൽകിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും, അടിവരയിടണം ഇനി പറയുന്നത്, ദീനിനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ്ഘടകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു. കണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം സംഘടനയ്ക്കെതിരാണ്, ദീനിന് നിരക്കാത്തതാണ്. ഇതാരാണ് ഒപ്പിട്ടിട്ടുള്ളത്? സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ, പ്രസിഡന്റ് സോൺ കമ്മിറ്റി. അതേപോലെ CH ഹംസ സഖാഫി മാമ്പറ്റ, ജനറൽ സെക്രട്ടറി സോൺ കമ്മിറ്റി. TK അബ്ദുള്ള കുണ്ടുതോട്, ഫിനാൻസ് സെക്രട്ടറി സോൺ കമ്മിറ്റി. ഇവർ ഒപ്പിട്ട സർക്കുലറാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നേരം വെളുത്തു തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ കുറച്ച് വൈകി എന്ന് മാത്രം. ധാരാളം പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ഉമ്മപെങ്ങന്മാരും അതേപോലെ തന്നെ കാര്യമായ വിവരമില്ലാത്തവർ ഇത്തരം സംഗതികളുടെ പിറകിൽ പോയി അവരുടെ സമയവും അവരുടെ സമ്പത്തും ഒക്കെ നശിപ്പിച്ച ഈ അവസാന സന്ദർഭത്തിലെങ്കിലും നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടായത് വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഏതാണെങ്കിലും ഒരു കാര്യം ഇതിനോട് അകം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇയാൾക്കുള്ള പ്രശ്നം? അത് ഒന്ന് വ്യക്തമായ നിലയ്ക്ക് നിങ്ങൾ ജനങ്ങളോട് പറയണം. എന്ത് ആക്ഷേപമാണ് ഈ അറിവിൻ നിലാവുകാരൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്? അയാൾ മതത്തിന് നിരക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ദീനിന് നിരക്കാത്തത് എന്ന് പറഞ്ഞല്ലോ. അത് ഓരോന്ന് നിങ്ങൾ വ്യക്തമായ നിലയ്ക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ പിറകിൽ നടക്കുന്ന ധാരാളം സാധാരണക്കാരുണ്ട്. അവരെ രക്ഷിക്കണ്ടേ? ദീനിന് നിരക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പിൻപറ്റിയാൽ അവരുടെ പരലോകം നഷ്ടപ്പെടില്ലേ? അത് വ്യക്തമായ നിലക്ക് ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഈ കമ്മിറ്റിയുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, സമാനമായ സ്വഭാവമുള്ള വേറെയും കുറേ ഓൺലൈൻ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ഈ കുഴപ്പമുണ്ടോന്നില്ലേ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അത് വലിയൊരു സേവനമായിരിക്കും. നിങ്ങളതിൻ്റെ ഓരോന്നും വകതിരിച്ചുകൊണ്ട്, മൊത്തത്തിലൊരു സർക്കുലർ മാത്രം പോരാ, വകതിരിച്ചുകൊണ്ട് ഈ നിലക്കുള്ള ഓൺലൈൻ ചൂഷണ വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ സമസ്ത തന്നെ രംഗത്ത് വരികയാണെങ്കിൽ അത് വലിയൊരു വിപ്ലവമായിരിക്കും. ഈ ഉമ്മത്തിലെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കലായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ മാറ്റമുണ്ടായതിൽ സന്തോഷമുണ്ട്. എല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. തുടക്കത്തിൽ ഇത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ സലഫി പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയതിൽ വളരെ സന്തോഷകരമാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.